അഖിലിനും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഗോവയെ മുംബൈനെയൊക്കെ പറഞ്ഞ റെഗുലറായിട്ട് കാണുന്നതെന്ന് മാറി നമുക്ക് എന്ത് ചെയ്യാമെന്ന്. മുംബൈ, കൽക്കട്ട, ഡൽഹി ഇത്രയും നാടുകളുടെ പഴയ ഫോട്ടോഗ്രാഫിക് ഇമേജസ് നോക്കിയാൽ അറിയാം ഒരു ക്യാരക്ടർ സ്വഭാവം ഉണ്ടാവും. ഒരു അവിടുത്തെ ആർക്കിടെക്ചർ ആയാലും എല്ലാത്തിനും ഹാപ്പി ആക്സിഡൻസ് കൂടുതൽ മറ്റേതില്ല. സെറ്റിൽ ഹാപ്പി ആക്സിഡൻസിനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ അതിലും മേളിലൊരു സാധനം കിട്ടും. ലാംബോർഗിനിയുടെ അതായാലും കോവിഡ് സമയത്ത് നമ്മളൊരു വിത്ത് ഇറ്റലി ഫോർ ഇറ്റലി എന്ന് പറഞ്ഞു നമ്മളൊരു കൺസെപ്റ്റ് അയച്ചു, അവർക്ക് ഇഷ്ടമായി, അവരവസാനം വണ്ടി അയച്ചു തന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഭ്രാന്തളെയൊക്കെ കിട്ടിയത്. പാച്ചുവിൻ്റെ ഒക്കെ ചില സിറ്റുവേഷനിൽ ഈ ക്യാമറ ഇടയ്ക്ക് ഞാൻ ചിരിച്ചിട്ട് കുലുങ്ങിയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കിട്ടാവുന്ന എണ്ണം പറഞ്ഞ DOP-മാരാണ് പിന്നെ സമീറും ഷൈജും ഫിലിം മേക്കേഴ്സ് എന്നുള്ളതിനപ്പുറത്ത് അവർ വളരെ പ്രധാനപ്പെട്ട സിനിമ അവരുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അവരുടെ ഒരു ഫിലിമിലേക്ക് ശരണ് വിളിക്കുകയാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുണ്ടാക്കുന്ന ഒരു ഹാപ്പിനെസ് കൂടി ഉണ്ടായിരുന്നില്ലേ? അതെ, അത് ഭയങ്കരമാണ്. അത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു എന്ന് വെച്ചാൽ നമ്മളുടെ കരിയർ നമ്മൾ ഒരുപാട് ആഗ്രഹമായിട്ട് നടന്ന് സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് അവിടെ നിന്നാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ അവരുടെ തന്നെ ഒരു പ്രോജക്റ്റ്, നല്ലൊരു ഗംഭീര പ്രോജക്റ്റിലേക്ക് വിളിക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റിയുടെ ഒപ്പം തന്നെ ഒരുപാട് ഇമോഷൻസ് ആണത്. അത് എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണ്. മറ്റു സിനിമകളിലേക്ക് ഇപ്പം സൂക്ഷ്മദർശിനിയുടെ പുറത്തു പോവുകയാണെങ്കിൽ ഇപ്പം സൗദി വെള്ളയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ പിന്നെ പാച്ചുവും വേറെ തരത്തില് അവിടെ ഒരു ഡോക്യു ഡ്രാമ സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മളിപ്പം മുംബൈയൊക്കെ ചേരിയൊക്കെ എടുത്തത് അവിടെ ഒരു ഡോക്യു ഫിക്ഷൻ സ്വഭാവത്തിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഗോവയിൽ പോകുമ്പോൾ ഒരു ഡോക്യു ഫിക്ഷൻ സ്വഭാവത്തിൽ നിന്ന് ഭയങ്കര ഡ്രാമയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു തരത്തിൽ ഭയങ്കര ഒരു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് ഇത്തരം ട്രാൻസിഷൻസ് വിഷ്വലൈസേഷനിൽ, ട്രീറ്റ്മെന്റിൽ, കളർ പാലറ്റിലൊക്കെ ഇങ്ങനെ ട്രാൻസിഷൻ വരുന്നൊരു വർക്കായിരുന്നു പാച്ചു. എനിക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. കാരണം അതിൽ ഒരുപാട് ചേഞ്ചസിൽ ഒരുപാട് ഈ പറയുന്ന മാറ്റങ്ങളിലൂടെയാണ് ആ സിനിമ പോകുന്നത് വിഷ്വലി എന്നുള്ളത്. അത് പേഴ്സണലി എങ്ങനെയായിരുന്നു? കാരണം വെച്ചാൽ എനിക്കത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത സാധനമാണ് അതിൻ്റെ ഓപ്പണിങ് എന്ന് പറയുന്നത്. മുംബൈയിൽ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു മലയാള പടത്തിൽ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഇല്ല. ആ പാട്ടിൽ തുടങ്ങുന്ന ഈ പത്രം ഇടുന്നത് മുതലുള്ള ഒരു പല മനുഷ്യരുടെ ഒരു ഡേ ടു ഡേ ലൈഫിലെ ട്രാവൽ എന്ന് വിഷ്വലി ഭയങ്കര ഗംഭീരമായിരുന്നു. എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. ഈ പറഞ്ഞ എനിക്ക് ചോദിക്കാനുള്ള ആദ്യ ചോദ്യം വെച്ചാൽ പല തവണ പല മനുഷ്യർ ഷൂട്ട് ചെയ്ത മുംബൈയെ, അവർ ഷൂട്ട് ചെയ്ത റെയിൽവേ സ്റ്റേഷൻ, ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളെ ആയിരിക്കും ശരൺ പോകുമ്പോഴും പുതുതായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരേണ്ടി വരും. തിമാറ്റിക്കലി ഫ്രഷ്നെസ് മാത്രം പോലെ വിഷ്വലി കൊണ്ടുവരും. എന്താണ് അതിനു വേണ്ടി ട്രൈ ചെയ്യാറുള്ളത്? പാച്ചു വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അങ്ങനെ? ഒന്ന് നമ്മളുടെ സ്ക്രിപ്റ്റ് തന്നെ, എല്ലാ പടത്തിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് മാക്സിമം ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിക്കും. പിന്നെ അതിൻ്റെ ഡയറക്ടറുടെ വിഷൻ, ഇത് രണ്ടിലും നമുക്കൊരു ബാലൻസ് കിട്ടും. പിന്നെ ഞാൻ അത്യാവശ്യം ഒബ്സർവേഷൻ നല്ല രീതിയിൽ അത് ഡേ ടു ഡേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയാലും ഇതും. അപ്പോൾ നമുക്ക് നോർമൽ നമ്മുടെ ഫസ്റ്റ് തോട്ടോ സെക്കൻഡ് തോട്ടോ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാണും. നമ്മളതൊരു 5th or 6th പോകാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ തന്നെ നമ്മൾ ആ നാടിനെ ഞാൻ മാക്സിമം അതിൻ്റെ ഒരു സ്വഭാവം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മളെ കണക്ട് ചെയ്യും. വൺസ് ആ കണക്ഷനിൽ നമുക്ക് വേണ്ടതൊക്കെ ആ സ്ഥലം തന്നോളും. നമ്മളത് ആ മൊമെന്റിൽ ഉണ്ടായാൽ മതി. എന്നുവെച്ചാൽ ഒരു ഞാൻ വിശ്വസിക്കുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ വൈഫൈ പോലെ സംഭവിക്കും. പക്ഷെ നല്ല രീതിയിൽ ഒബ്സർവേഷൻ വേണം, നമ്മൾ അലേർട്ട് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ തന്നെ ഗോവയുടെ ആണെങ്കിലും നമ്മൾ കണ്ട ഗോവ എല്ലാം ഒരു ടൂറിസം ഫ്രെയിമിലുള്ള ഗോവയാണ്. പക്ഷെ നിങ്ങളുടെ ഗോവ അതല്ല, ഗോവയുടെ അതർ സൈഡ് ആണല്ലോ. അത് ഷൂട്ട് ചെയ്യുമ്പോഴും ഉറപ്പായും ഈ പറഞ്ഞ അവിടെ ഒരു ഫ്രഷ്നെസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന സാധനമല്ല. ഇന്ന ഫ്രെയിമുകളിലൂടെ പോവാം, ഇന്ന സംഗതിയാണെന്ന് വെച്ചാൽ അതിൽ എന്തായാലും പിന്നെ DOP-ക്ക് ഒരു കോൾ എടുക്കേണ്ടി വരുമല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്ത് കളയാം എന്നുള്ളത്. അഖിലിനും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഗോവയെ മുംബൈനെയൊക്കെ പറഞ്ഞ് റെഗുലറായിട്ട് കാണുന്നതെന്ന് മാറി നമുക്ക് എന്ത് ചെയ്യാമെന്ന്. ഇത് എല്ലാം കൂടെ കളക്റ്റീവ് ഒരു ഫോമിലെത്തുമ്പോൾ
ഇത് തന്നെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഗോവയാണെങ്കിലും നമ്മൾ മാക്സിമം ഈ ബീച്ച് സൈഡ് ഗോവയൊക്കെ അതുകൊണ്ട് ഒഴിവാക്കി നമ്മൾ ഈ കാണാത്ത ഫ്ലേവേഴ്സ് ഭയങ്കര രസമുള്ള നാട് നമ്മൾ ഈ നോർമലി കാണുന്ന നാടുകൾ തന്നെ ആദ്യമേ നമ്മളുടെ മെമ്മറീസിൽ നമ്മൾ ആദ്യം കണ്ട ഫസ്റ്റ് ഇംപ്രഷനും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെയൊക്കെ മേളിൽ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ അത് കിട്ടും. അല്ലെ വേറൊരു അത് എനിക്കൊരു നമ്മളുടെയൊക്കെ വിഷ്വൽ മെമ്മറിയിൽ സിനിമയിലെ വിഷ്വൽ കൂടി കടന്നു വരും. ഒരു സ്ഥലം ഷൂട്ട്, ഇപ്പൊ ചെന്നൈയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലം ഒരു വീട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിനിമ ഉണ്ടാക്കിയ കുറെ ഫ്രെയിംസ് തലക്കകത്ത് വരുമല്ലോ. ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടായിരിക്കും, അതിന്റെ ഫേവറേറ്റ് ഫ്രെയിംസ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടി ഒറിജിനൽ ആയിട്ടുള്ള സ്വന്തമായ സാധനം ഫ്രഷ് ആയി ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ല. ഞാൻ പറഞ്ഞ സൗദി വെള്ളക്കയുടെ കാര്യത്തിലും അങ്ങനെ ഒരു ഫ്രഷ്നെസ്. ഇപ്പം കോടതി ആണെങ്കിലും അവരുടെ ട്രാവൽ, ഉമ്മയുടെ ട്രാവൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ അങ്ങനെ ആണ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഇത് ഇപ്പം തലവൻ സ്പെസിഫിക് ആയി നോക്കുവാണെങ്കിലും തലവനിൽ ഈ പറയുന്ന വേറൊരു ടോണാലിറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഒരു നമ്മൾ കണ്ട സിനിമ നമുക്ക് ബാധ്യതയാവരുത്, നമ്മൾ കണ്ട ഇൻട്രസ്റ്റിംഗ് ചോദ്യം. അതില് ഇത് പല പെർസ്പെക്റ്റീവ് ഉണ്ട് ഇതില്. ഇപ്പൊ നമ്മൾ സംസാരിച്ച നമ്മുടെ വിഷ്വൽ മെമ്മറി ഇല്ലേ, ഇപ്പൊ മുംബൈ, കൽക്കട്ട, ഡൽഹി, ഇത്രയും നാടുകളുടെ പഴയ ഫോട്ടോഗ്രാഫിക് ഇമേജസ് നോക്കിയാൽ അറിയാം ഒരു ക്യാരക്ടർ സ്വഭാവം ഉണ്ടാവും, ഒരു അവിടുത്തെ ആർക്കിടെക്ചർ ആയാലും എല്ലാത്തിനും. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന സിറ്റീസിനെല്ലാം ഒരേപോലെയാണ്. ഇത് നമുക്ക് മുംബൈ ഇവിടെ ട്രീറ്റ് ചെയ്യാവുന്നുള്ളൂ. എന്നുവെച്ചാൽ ഫ്ലൈ ഓവർ ഉണ്ടാവും, മെട്രോ ഉണ്ടാവും. പക്ഷെ ഈ സ്വഭാവം ഇത് വരുന്ന കാലഘട്ടത്തിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. എവിടെയെന്നുള്ളൊരു നമുക്ക് പിൻ ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഭാഷ വെച്ചോ ബോർഡുകൾ വെച്ചോ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര മിസ്സാണ്. അത് പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ചിലപ്പോൾ ഒരു 10-15 years കഴിഞ്ഞായിരിക്കും അറിയുള്ളൂ. പക്ഷെ നമുക്ക് മറ്റേത് ഒരു ഷോട്ട് മതി ഒരു നാടൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഇപ്പൊ അത് പയ്യെ ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോ നമ്മളിപ്പോ ഓൾറെഡി നോക്കുമ്പോ ഒരു നാടിന്റെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കും. അതിൽ നിന്ന് പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടോ എന്ന് നമ്മളത് കുറച്ച് ഒരു R&D നമ്മൾ ഹോംവർക്ക് ചെയ്യും. അതിലൊക്കെ ഓരോരോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അതൊരു ബേസിക് ഇത് വെച്ച് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഇപ്പം അമ്പിളി മുതൽ സൂക്ഷ്മദർശിനി നോക്കി കഴിഞ്ഞാല് ഈ സെറ്റുകളിലധികം ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇല്ല, എനിക്ക് ആഗ്രഹം. എനിക്ക് കുറച്ചെങ്കിലും പിന്നെ സൗദിയില് അല്ലേ സൗദി വെള്ളക്കയുടെ കാര്യത്തില് ഇല്ല അല്ല സെറ്റുകളിലധികം ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഈ പറയുന്ന അതെ അത് ഗുണവും ദോഷം എന്താ അതിന്റെ ഒരു സെറ്റ്? മറ്റേത് ഞാൻ കുറച്ചും കൂടെ സ്പോണ്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം സെറ്റില് ആണെങ്കിൽ കുറച്ച് പ്രീ പ്ലാൻ നമ്മളുടെ കൺട്രോളിൽ ഒരുപാട് ഫാക്ടേഴ്സ്. സെറ്റിലാണെങ്കിൽ കുറച്ചുകൂടി വിഷ്വൽ ഡിസൈനിന് സഹായിക്കും, ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പ്രോപ്പർട്ടി എടുത്ത് ചേഞ്ച് ചെയ്ത് പാലറ്റും എല്ലാം നമുക്ക് ഷാർപ്പായി മുതൽ അടിത്തറ എല്ലാം നമ്മുടെ കംഫർട്ട് സോണിൽ ലക്ഷറി ഉണ്ട്. നമുക്ക് മറ്റേത് നമുക്ക് ലക്ഷറി ഇല്ല. നമുക്ക് ആ മൊമെന്റിൽ നമുക്ക് തോന്നുന്ന, പക്ഷെ അത് ഒരു എക്സ്പീരിയൻസ് വൈസ് നല്ലതായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവും. ഹാപ്പി ആക്സിഡൻസ് കൂടുതൽ മറ്റേതില്ല. സെറ്റിൽ ഹാപ്പി ആക്സിഡൻസിനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ അതിലും മേളിലൊരു സാധനം കിട്ടും. അത് ആ ലൈഫൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ആ മൊമെന്റിൽ അത് സംഭവിക്കും. അത് നമുക്ക് ഭയങ്കര ഡ്രൈവിങ് ആണ്. അതിന്റെ കിക്ക് ഭയങ്കര. അപ്പോൾ ഇങ്ങനെ ആ മൊമെന്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആർട്ടിസ്റ്റുകളും ഡയറക്ടറായിട്ടൊരു നമ്മൾ സിങ്ക്രണൈസ് ചെയ്ത് വർക്ക് ചെയ്യും. അവരെന്താണ് ചെയ്യാൻ പോണേന്ന് നമുക്ക് അറിയാം, അഡ്വാൻസ്ഡ് ആയിട്ട് അറിയായിരിക്കും, ഡയറക്ടർക്കും അറിയായിരിക്കും, ആർട്ടിസ്റ്റ്. അപ്പം നമ്മൾ എല്ലാം കൂടെ ഒരു ബാലൻസിൽ ഇത് വർക്ക് ചെയ്ത് അത് ഭയങ്കര രസമുള്ള ഒരു ഇതാ. അതൊക്കെ ഇതിൻ്റെ മാജിക്കായിട്ട് കാണുന്നത്. പക്ഷേ ഈ ക്ലോസ്ഡ് എൻവയോൺമെന്റിൽ ഇതിൻ്റെ ചാൻസസ് കുറവാണ്. പക്ഷെ എനിക്ക് ഫാന്റസി ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇത് എക്സ്പ്ലോർ വേറെ രീതിയിൽ ഈ പറയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഒന്നുകൂടെ ഒരു വേറൊരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ വേറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമല്ലോ.
പല മാസ്റ്റർ സിനിമാറ്റോഗ്രാഫേഴ്സും പറയാറുണ്ട് അവർ സ്വയം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഡയറക്ടർ പുതിയ പുതിയ കഥയിലേക്ക് പോകുന്ന സമയത്തും ഇതേ സിനിമാറ്റോഗ്രാഫർ പലതവണ റെയിൽവേ സ്റ്റേഷൻ, പലതവണ ട്രെയിൻ, പലതവണ കടൽ, ഇതൊക്കെ ഒരേ പലതവണ കുന്നും മലഞ്ചെരിവുകളൊക്കെ പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം ജയിൽ സീക്വൻസുകൾ വീണ്ടും ഷൂട്ട് ചെയ്യാൻ അവസരം വരാം, അല്ലെങ്കിൽ വിൻഡോ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യേണ്ടി വരാം, ഈ ബോംബെ വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വരാം എന്നുള്ളത് ഒരു ശരൻ്റേതായൊരു പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ അടുത്തൊരു സിനിമയിലേക്ക് കടക്കുന്ന സമയത്ത്. ചില ഇന്റർനാഷണൽ ഫിലിം മേക്കേഴ്സ് ഒക്കെ അവർ സ്റ്റിൽ ഫോട്ടോഗ്രാഫി സ്വയം പ്രാക്ടീസ് ചെയ്യുകയും മൊബൈൽ ഫോട്ടോഗ്രാഫിയിലൂടെ അത് ട്രൈ ചെയ്യുന്നു. അങ്ങനെ പലതരം പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞേക്കാം. പെയിന്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വിഷ്വൽ കൊറിയോഗ്രാഫി ഉണ്ടാക്കുന്നവരുണ്ട്. ശരണിനെ സംബന്ധിച്ചുള്ള എന്താണ് ശരണിൻ്റെ ഒരു പ്ലാൻ പൊതുവേ? ഇത് നമ്മൾ ആ സ്പേസിൽ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സൗദി ചെയ്യണ സമയത്തൊക്കെ ഞാൻ രാവിലെ സൈക്ലിങ്ങിന് ഇറങ്ങും. അപ്പോൾ രാവിലെ ഈ സ്പേസിൽ തന്നെ ഇപ്പോൾ സൗദി ആ സ്ട്രെച്ചില്ലേ. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കമ്മ്യൂട്ടിങ് ഒബ്സർവ് ചെയ്ത പോലെ ആയിരിക്കില്ല, നമ്മൾ ഇത് മൈൻഡിൽ കാണും, എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ ചെറിയ റീൽസ് പോലെ അവിടുത്തെ സ്റ്റോറീസ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യണതനുസരിച്ച് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ ഓപ്പൺ അപ്പ് ആവും. അത് നമുക്കൊരു ഞാനപ്പോൾ സൗദിയിലൊരു മഴക്കാറിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ പിടിച്ചത് അവിടെ തന്നെ ഉള്ള സാധനം നമ്മൾ അങ്ങനെ പിക്ക് ചെയ്താണ്. അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യലാണ് ഒരു അപ്രോച്ച്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫ്സ്, ഈ ബുക്സും ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി ഭയങ്കര ഓടായിട്ടൊരു ബുക്സ് ചെയ്യുന്ന ചിലപ്പോൾ അത് നമുക്ക് തരുന്ന സ്പാർക്ക് വേറെ ആയിരിക്കും. അതങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഈ മെയിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ബുക്സ് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ റെഗുലർ ഇനിഷ്യൽ തോട്ടിൽ നിന്ന് മാറുന്ന എന്തും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ലോക്കലൈറ്റ്സിനോട് സംസാരിക്കുക, അവരുടെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവാറുണ്ട്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഒരു കാര്യം കൂടി ഉള്ളത്, എന്താ പിന്നെ ശരണിനെ പേഴ്സണലി എക്സൈറ്റഡ് ആക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ അപ്പം ഇത് ഈ രീതിയിലാണ് കഴിഞ്ഞാൽ പലതരം സിനിമകൾ ചെയ്തത് ഞാൻ നോക്കുമ്പോൾ എല്ലാം ഡിഫറെന്റ് ജോണേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. എന്താ പേഴ്സണലി ഏത് തരം സിനിമകളാണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുള്ളത്? എനിക്ക് അത് ഞാൻ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൊതി എപ്പോഴും ഉണ്ട്. അത് എന്താന്ന് ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അതിലേക്ക് ഞാൻ ലാൻഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ഓരോ വർക്കും എൻജോയ് ചെയ്ത്. മറ്റ് ശരൺ ചെയ്യാത്ത സിനിമകളുടെ കാര്യത്തിൽ ഇപ്പം എനിക്ക് ഫാന്റസി അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ ഈ അമ്പിളിയുടെ കാര്യത്തിലാണെങ്കിൽ അമ്പിളി നോക്കുവാണെങ്കിൽ അമ്പിളി തിയേറ്ററിൽ ഭയങ്കര സക്സസ് ആയിട്ടില്ലെങ്കിലും അതിന്റെ വിഷ്വലൈസേഷൻ നിന്നാണ് പിന്നെ തുടർന്നുള്ള എല്ലാ സിനിമകളും സംഭവിക്കുന്നത്. അമ്പിളിക്ക് കാരണമായിട്ടുള്ള ഒരു പിന്നെ ഇതുണ്ട്, ആഡ് ഫിലിമും ഉണ്ടായിരുന്നു ശരണിന്റെ. ഈ സമാന്തരമായിട്ട് അങ്ങനെ ഒരു വർക്ക് കൂടി ചെയ്തിട്ടാണല്ലോ അവിടെയും ഭയങ്കര. ഇപ്പം ലംബോർഗിനി നമ്മൾ നേരത്തെ ക്യൂ സ്റ്റുഡിയോ തന്നെ നേരത്തെ ചെയ്തതാണ്. അത് നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് കൊളാബറേഷൻ ആയിരുന്നു വിമലുമായിട്ട്. എന്താണ് ഇത് സിനിമയ്ക്ക് പുറത്തുകൂടി ഒരു വിഷ്വലൈസർ അല്ലെങ്കിൽ വിഷ്വൽ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കൂടിയുള്ള എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഈ മീഡിയത്തിനോടുള്ളൊരു ഇഷ്ടോ ഭ്രാന്തോ എന്തോ ആണ് അത്. ഇപ്പം നമ്മളിപ്പോൾ പ്രോജക്ട്സ് ഓർഡിനറി സീക്രട്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന പ്രോജക്ട്സിൽ നമുക്ക് ആഗ്രഹവും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിൽ ഞാൻ ഡയറക്ടർ ആൻഡ് DOP ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അന്ന് ജോൺ ആ പ്രൊജക്റ്റ് കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റും ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും കൊതിയുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന ഇതാണ്. അപ്പോൾ ലാംബോർഗിനിയുടെ അതായാലും കോവിഡ് സമയത്ത് നമ്മളൊരു വിത്ത് ഇറ്റ്ലി ഫോർ ഇറ്റ്ലി എന്ന് പറഞ്ഞത് നമ്മളൊരു കൺസെപ്റ്റ് അയച്ചു, അവർക്ക് ഇഷ്ടമായി, അവരവസാനം വണ്ടി അയച്ചു തന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളേക്ക് കിട്ടിയത് അന്നത് കുറച്ച് റീച്ചൊക്കെ കിട്ടിയായിരുന്നു. അപ്പം വിമൽ ചന്ദ്രന്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോജക്ട്സ് ഈ പറഞ്ഞ സ്പേസിൽ വരുമ്പോൾ ചെയ്യുന്നുണ്ട്. സിനിമയിൽ സിനിമാറ്റോഗ്രാഫറായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് നല്ല നല്ല ആൾക്കാരുടെ ഒപ്പം കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ലേണിംഗ് പ്രോസസ്, നെവർ എൻഡിങ് ലേണിംഗ് പ്രോസസ്. ഇപ്പോൾ ഓരോരുത്തരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴും പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം നെക്സ്റ്റ് നമ്മൾ അടുത്ത പടത്തിൽ ആ അപ്ഡേഷൻ
എഡിറ്റഡ് വേർഷനായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു 3-4 അല്ലെങ്കിൽ 6 months ഇവരുമായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്ത് നമ്മളൊരു ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അതങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അയാം കാതലിനും ഭയങ്കര മിനിമലിസ്റ്റിക് വർക്കാണ്. അത് മാത്രമല്ല ഗിരീഷിന്റെ ഒരു തരത്തിൽ കംഫർട്ട് സോൺ എന്ന് പറയാവുന്നതിൽ കംപ്ലീറ്റ് മാറി ചെയ്തൊരു വർക്കാണ്. അതും ഒരു രസമുള്ള ഒരു കൊളാബറേഷൻ. അതെ, ഗിരീഷിനൊപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഗിരീഷ് ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഞങ്ങളത് കോവിഡ് സമയത്ത് ചെയ്ത പ്രൊജക്റ്റ് ആയിരുന്നു. അത് ഈ പറഞ്ഞ മുമ്പ് ഷൂട്ട് ചെയ്താണല്ലോ. പ്രേമലുവിന് മുന്നേ ഷൂട്ട് ചെയ്തായിരുന്നു. അത് ആ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യണ കാണാനൊക്കെ ഭയങ്കര രസമാണ് പുള്ളി. അത് എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു ലിമിറ്റഡ് ഒരു 1-2 ലൊക്കേഷനിൽ തന്നെ ചെയ്തൊരു പ്രൊജക്റ്റ് ആയിരുന്നു കാതൽ. അത് എന്താ പറയുക, വളരെ നല്ലൊരു കൊളാബറേഷൻ ആയിരുന്നു അത്. പിന്നെ കുറച്ച് കാരണങ്ങളും കൊണ്ട് കുറച്ച് ഡിലേ ആയി അത്. പക്ഷെ ഇറങ്ങിയപ്പോൾ 2 പടം ബാക്ക് ടു ബാക്ക് ഇറങ്ങി. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നിങ്ങളുടെ വ്യൂ ഫൈൻഡറിൽ, നിങ്ങളുടെ കാഴ്ചയിൽ ഭയങ്കര എക്സൈറ്റിംഗ് പെർഫോമൻസ്, പ്രേക്ഷകർ പിന്നീട് കാണുന്ന ഒരുപാട് എക്സൈറ്റിംഗ് പെർഫോമൻസിന്റെ ഒരു ആദ്യ സാക്ഷികളായിട്ടുള്ളത് നമ്മുടെ ഇപ്പം ശരണ്ന്റെ കണ്ണുകളിൽ ആദ്യം കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതിൽ തന്നെ ബേസിലിന്റെ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ഉണ്ട്, നസ്രിയയുടെ ഉണ്ട്. അങ്ങനെ ഓരോ സിനിമയുടെയും സൗദി വെള്ളക്കം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടെറിഫിക് പെർഫോമൻസിന്റെ ഒരു പാക്കേജ് ആണ്. എങ്ങനെയാണ് ഇത് ഒരു പിന്നെ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എൻജോയ് ആവുന്ന സംഗതി അല്ലല്ലോ. നിങ്ങൾ അവിടെ ഒരു സാങ്കേതികത്വത്തിന്റെ ഒരു തടസ്സം കൂടി ഉണ്ടല്ലോ. അതെ, നമ്മൾ ഈ പെർഫോമൻസ്, ഗംഭീര പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളും ആ മൊമെന്റിൽ നമ്മൾ ഇൻവോൾവ് ആയി പോകും പല സിറ്റുവേഷനിലും. പക്ഷെ ഒരു ബാരിയർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോകാണ്ട് ഇപ്പോൾ പാച്ചുവിൻ്റെ ഒക്കെ ചില സിറ്റുവേഷനിൽ ഈ ക്യാമറ ഇടയ്ക്ക് ഞാൻ ചിരിച്ചിട്ട് കുലുങ്ങിയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ വർക്ക് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വരണ്ട. പക്ഷെ നമ്മളും അതെ അപ്പോൾ നമ്മൾ ആ മൊമെന്റ് മൊമെന്റിലാണ് നമ്മൾ. അതിൽ നമ്മൾ പല രീതിയിൽ ടെക്നിക്കലി ഇതൊക്കെ നോക്കുന്നുണ്ട്. ചില സാധനങ്ങൾ നമ്മളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ നമ്മളെ പയ്യെ വിളിച്ച് തിരിച്ചു കൊണ്ടുവരും. ക്യാമറ ഇളകാണ്ട് ഷോൾഡറൊക്കെ ആണെങ്കിൽ ചിലപ്പോ അത് ചില പടങ്ങൾ നോക്കിയാൽ കാണുകയും ചെയ്യാം. സൗദിയൊക്കെ സത്യത്തിൽ ആ രീതിയിൽ കൂടി ഇമോഷണലി നമ്മൾ ഫീൽ ചെയ്യും. അത് ഇമോഷണൽ പടം ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന അപ്രോച്ച്, ഞാനും അവരുടെ ഒപ്പം നിന്ന് ഫീൽ ചെയ്യാറ്. അപ്പോൾ അതിൽ ചെറിയ ബ്രത്ത് ആണെങ്കിൽ തന്നെ അവരുടെ ബ്രത്തിന്റെ ഒപ്പം തന്നെ പോവുകയും ചെറിയ ചാർജൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്റൻസിറ്റിയിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അതെ കൂടുതലായിരിക്കും. അപ്പോൾ അടുത്ത് നിന്ന് പെർഫോമൻസ് കാണാൻ ഭയങ്കര, ഇപ്പോൾ ഇതിൽ ബേസിലും നസ്രിയൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് പല ലെയർ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ഇത് പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ മതിലാടുന്ന സീക്വൻസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹൈയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ശരിക്ക് പേടിക്കേണ്ടടുത്ത് പേടിക്കുകയും കംപ്ലീറ്റ് ടെൻഷനിലാണല്ലോ ഈ പറയുന്ന പ്രീ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പേടിച്ചു പോകുന്നുണ്ട്. അത് ഭയങ്കര സ്മാർട്ടായിട്ട് ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ ഓർഡറിൽ ഷൂട്ട് ചെയ്തു പോയത്. അപ്പൊ അവിടെ നിന്ന് ഇട്ടിട്ട് വന്ന് അതിനായിരുന്നല്ലേ അവിടെ അതിട്ടേ നോക്കുക, അങ്ങനെ ഭയങ്കര ഇന്റൻസിറ്റിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര തിയേറ്റർ വാച്ച് ഏത് തരത്തിലുള്ള ഹൈ ആണ്? ഒരു വ്യൂവർ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ള നമ്മളുടെ എന്താണ് ഓരോ പടവും കാണുമ്പോൾ? ഹൈ ആക്ച്വലി മേക്കിംഗ് പ്രോസസ്സിലാണ്. അത് കഴിഞ്ഞാൽ പയ്യെ ഡിറ്റാച്ച്ഡ് ആവും. ഈ ഓഡിയൻസിന്റെ ഒപ്പം നമ്മൾ കാണുമ്പോൾ നമ്മളുടെ മിസ്റ്റേക്കുകളും ഇതാണ് കാണുന്നത്. അത് ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ പിന്നെ ഇവരുടെ റെസ്പോൺസ് നമ്മൾ നോട്ടീസ് ചെയ്യും. ഏതിനാണ് എങ്ങനെയാണ് ഹൈ കിട്ടിയത്, അത് കിട്ടിയത്. അതെ, നമ്മൾ ആ ഈ മേക്കിംഗ് ആ ടൈമാണ് നമ്മളുടെ ഹൈ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പയ്യെ ലൂസായി തുടങ്ങും. ഈ തിയേറ്ററിൽ ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്താണ് ഇരിക്കുക. അത് പിന്നെ നമ്മുടെ മിസ്റ്റേക്കുകളെ കാണുള്ളൂ എൻ്റെ അത്.
ഇപ്പം ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു വല്ലാത്തൊരു മേൽക്കൈയുണ്ട്. നമ്മൾ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫേഴ്സ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിരലെടുത്തത് മലയാളികളുടെ ഒരു മേൽക്കൈയാണ്. അപ്പോൾ ശരിക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടോ? നമ്മളൊരു ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് എന്നോ അല്ലെങ്കിൽ ഗ്ലോബലി ഒരാളുടെ വർക്ക്, അയാൾ സെലക്ട് ചെയ്യുന്ന സിനിമ, അയാളുടെ ഒരു പിന്നെ ബോഡി ഓഫ് വർക്ക്, അപ്രോച്ചിനെയൊക്കെ അങ്ങനെ പലതരത്തിൽ ഒബ്സർവ് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫറാണ്. അതെ, ഒബിയസ്ലി സന്തോഷ് ശിവൻ സാർ ഉണ്ട്, തസുദി ഹുസൈൻ, പങ്കജ് കുമാർ, അങ്ങനെ ഒരുപാട് പെട്ടെന്ന് മനസ്സിൽ വന്ന് ഇവരൊക്കെയാണ്. എന്നുവെച്ചാൽ ഇവർ ആക്ച്വലി ഈ ഒരു ഡയമെൻഷൻ ബ്രേക്ക് ചെയ്ത് കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാറുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവരുടെ ഈ സാധനം ഞാൻ ഇങ്ങനെ ഒബ്സർവ് ഇവരെന്താ അത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒബിയസ്ലി നമ്മുടെ ആശാന്മാർ സമീർക്ക, ഷൈജുക്ക. പിന്നെ ഇതിനെ ഒരു ഭയങ്കര ഓർഗാനിക് സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാവരുടെയും വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. PC ശ്രീ പഴയ മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയണത് പഴയ ആൾക്കാർ ഒരു രക്ഷയില്ല. അത് നമ്മൾ ആക്ച്വലി ഇപ്പോഴും അച്ചീവ് ചെയ്തിട്ടില്ല. നമുക്കൊന്നും ഇപ്പോഴും ആ സ്പേസിലേക്ക് അവരുടെ ക്രാഫ്റ്റ് ഭയങ്കര ഷാർപ്പാണ്. അത് കുറേ നാളെടുക്കും അതിലേക്കൊക്കെ ഒന്ന് എത്താൻ. അത് അവർ ആ ഒരു കഥയെ കാണുന്ന രീതിയും ഇതുമൊക്കെ നമുക്ക് ഇത്രയും ലക്ഷറി ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ടെക്നോളജി എന്തും വേണമെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഓൾറെഡി ഇതേ. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു മാജിക്ക് ഇവരുടെ കയ്യിൽ കാണാം. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട്. അത് ഇപ്പം എന്തായാലും പ്രേക്ഷകർ സൂക്ഷ്മദർശിനി ഏറ്റെടുത്തു. ഇനിയും വൈവിധ്യതയുള്ള സിനിമയായിട്ട് ശരൺ എത്തട്ടെ. താങ്ക് യു.